മറ്റത്തൂരിൽ ബി.ജെ.പി. സഖ്യത്തിലേക്ക് വിമതനായ കെ.ആർ. ഔസേപ്പിന്റെ പിന്തുണ തേടാനെത്തുന്ന കോൺഗ്രസിന്റെ വീഡിയോ പുറത്തുവിട്ട് എൽ.ഡി.എഫ് വിമതനായി ജയിച്ച ഔസേപ്പിന്റെ പിന്തുണയോടെ ഭരണം പിടിക്കാനായിരുന്നു കോൺഗ്രസ് നീക്കം. കോൺഗ്രസ് നേതാക്കൾ വീട്ടിലെത്തി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. അതേസമയം താൻ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി അല്ലായിരുന്നുവെന്ന് മറ്റത്തൂരിൽ വിജയിച്ച ഔസേപ്പ് പറയുന്നു. കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും വിജയിച്ച ശേഷം തന്റെ വീട്ടിലെത്തി ബി.ജെ.പിയുമായി സഖ്യം ചേരാമെന്ന് അറിയിച്ചുവെന്നും ഔസേപ്പ് പ്രതികരിച്ചു. എൻ്റെ വീട്ടിൽ വന്ന CCTV ദൃശ്യങ്ങളാണ്. അവർ വന്ന് ആവശ്യപ്പെട്ടത്, ഔസേപ്പ് നീയാണ് UDFിൻ്റെ ലീഡറായിട്ട് നിന്നെയാണ് ഞങ്ങൾ കാണുന്നത്, ഒപ്പം നിൽക്കണം, കൂടെ നിൽക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു കൂടെ നിൽക്കാൻ എനിക്കൊരു തടസ്സമില്ല, പരാതിയില്ല. പക്ഷേ നിലവിൽ ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, പാർട്ടി എന്നെ പുറത്താക്കിയിട്ടുള്ളതാണ്. അപ്പോൾ മുന്നേ തന്നെ അകത്താക്ക്, എന്നിട്ട് വേണ്ട ഈ ഒരു ചർച്ചയിലേക്കൊക്കെ പോകണ്ടേ. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അരമണിക്കൂറിനുള്ളിൽ പുറത്താക്കാൻ കഴിച്ച ആ വ്യഗ്രത നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് 20 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉണ്ടായില്ല. അപ്പോൾ അത് മുന്നേ അത് നടപടി എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവരത് ഏറ്റോളാം എന്നുള്ള ഉറപ്പിലാണ് പറയുന്നത്. നീ കൂടെ നിന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കൊള്ളാം. അപ്പോൾ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാരണം നിലവിൽ കോൺഗ്രസ്സിന് 8 ഉണ്ട്, LDFന് 10 ഉണ്ട്, 4 BJP ഉണ്ട്, 2 സ്വതന്ത്രരുണ്ട്. ഈ 2 സ്വതന്ത്രർ UDFിൻ്റെ കൂടെ കൂടിയാൽ 10 അംഗങ്ങളാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല നമ്മൾ ഭരിക്കും ചോദിച്ചാൽ അതെന്തൊരു എനിക്ക് മനസ്സിലാവണില്ല, അത് എന്ത് ഫോർമുലയാണ്, നമ്മൾ ഭരിക്കുന്ന ഉറപ്പ് പറയാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു BJP നമുക്ക് വോട്ട് ചെയ്യും, അപ്പോൾ അതുകൊണ്ട് നീ കൂടെ നിൽക്കണം, നീയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. വിമതർക്ക് ചിന്തിക്കാനുള്ള സമയം നൽകാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ശേഷം അയോഗ്യത നടപടിയിലേക്ക് കടന്നേക്കുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്താണ് മറ്റത്തൂരിൽ സംഭവിക്കുന്നത്? അങ്ങനെ കോൺഗ്രസിനെ വരിഞ്ഞു മുറുക്കുന്ന ഒരു സംഭവം, അതിൻ്റെ ഇനി അടുത്ത ഘട്ടം എന്താണെന്ന് പരിശോധിക്കാം. അഭിലാഷ് മോഹൻ എന്നോടൊപ്പം ചേരുകയാണ്. അഭിലാഷ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഓപ്പറേഷൻ കമല വരുത്തിയ ആ ഒരു ആടി ഉലച്ചിൽ, അത് ഒരു വല്ലാത്തൊരു ഘട്ടത്തിലേക്ക് നിൽക്കുന്ന സമയത്താണ് ഈ പ്രതികരണങ്ങൾ വരുന്നത്. പ്രതികരണങ്ങൾ വരുമ്പോൾ കോൺഗ്രസ് അവിടുത്തെ DCCയെ അടിമുടി വെട്ടിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണങ്ങളാണ് വരുന്നത്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ഇന്നലത്തെ വാർത്താസമ്മേളനം ഉച്ചയ്ക്ക് 8 പേർ നടത്തിയപ്പോൾ ഇപ്പോൾ പല ചോദ്യങ്ങൾക്ക് അവർക്ക് വ്യക്തതയില്ല. എന്താണെന്ന് പോലും പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. BJPയോട് ചേർന്നോ, സഖ്യം ചേർന്നോ ഇല്ല എന്ന് പറയുന്നു. കോൺഗ്രസ് ആണെന്നും കോൺഗ്രസ് ആണെന്ന് പറയുന്നു. എന്താണ് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത് അഭിലാഷ്? ഇവിടെ ഇപ്പോൾ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ജീവൻ ഉണ്ടെങ്കിൽ BJP ആവില്ല എന്നൊക്കെ വൈകാരികമായി പറഞ്ഞല്ലോ. അതിൻ്റെ പൊള്ളത്തരം ഇപ്പോൾ വെളിവാവുകയാണ്. ഇവിടെ ഔസേഫ് പറയുന്നു, എന്നെ വന്ന് കണ്ട് BJPയുടെ പിന്തുണയോടുകൂടി നമ്മൾ ഭരിക്കാമെന്നൊരു പ്ലാൻ അവതരിപ്പിച്ചുവെന്ന്. 23-ാം തീയതിയാണ്. അത് CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്, വന്ന് കാണുന്ന ദൃശ്യം അവിടെയുണ്ട്. അപ്പോൾ 23-ാം തീയതിയാണ്. BJPയുടെ അവിടുത്തെ ജയിച്ചു വന്ന കൗൺസിലർമാരും പറയുന്നത് 4 ദിവസം മുൻപേ ഇങ്ങനൊരു കൂടിയാലോചന, അതായത് CPMനെ, മറ്റന്നൂർ ഭരിക്കുന്നത് CPM ആണ്, അപ്പോൾ CPMനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങളുമായിട്ടൊരു ഗൂഢാലോചന, അല്ലെങ്കിൽ ഞങ്ങളുമായിട്ടൊരു ആലോചന, ഗൂഢാലോചന എന്ന് ഞാൻ പറഞ്ഞതാണ്, ഞങ്ങളുമായിട്ടൊരു ആലോചന നടത്തിയിരുന്ന BJPയും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം എന്ന് പറഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയും അടക്കം അറിഞ്ഞ് BJPയുമായൊരു പ്രാദേശിക ധാരണയോടുകൂടി CPMനെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താനും അവിടെ മറ്റത്തൂരിൽ അധികാരം പിടിക്കാനുമാണ് പരിശ്രമിച്ചത്. അത് വ്യക്തമാവുകയാണ്. ഇനി അതിന് മറ്റ് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ അതല്ല, ഇതല്ല, ഇങ്ങനെയുള്ള ന്യായങ്ങളൊന്നും നിൽക്കില്ല. വളരെ കൃത്യമായി BJPയുമായി ചേർന്ന് മറ്റത്തൂർ ഭരിക്കുക എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. വിപ്പ് പോലും നൽകാത്തതിലെ ഗൗരവം അത് നമ്മൾ എങ്ങനെ കാണണം? അത് വളരെ ഗൗരവം അർഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കൂ, പാർലമെന്ററി പാർട്ടിയിലെ മുഴുവൻ പേരും വേണമെങ്കിൽ അയോഗ്യരാകാം. നമ്മളിപ്പോൾ നിയമസഭയിലോ പാർലമെന്റിലോ ആണ് എങ്കിൽ അംഗസംഖ്യ അത് അനുസരിച്ചാണ് ഈ അയോഗ്യത വരിക. പാർലമെന്ററി കക്ഷി ഒന്നടങ്കം കൂറുമാറിയാൽ അയോഗ്യരാക്കപ്പെടില്ല. പക്ഷെ പഞ്ചായത്തിൽ അങ്ങനെയല്ല. കാരണം 1999 ആക്ട് അനുസരിച്ച്, അതായത് കേരള ലോക്കൽ ബോഡീസ് ആക്ട് അനുസരിച്ച് പാർലമെന്ററി പാർട്ടി മുഴുവനായി എന്ന് പറഞ്ഞാൽ ആ കക്ഷി മുഴുവനായും കൂറുമാറിയാലും അയോഗ്യത നിൽക്കും. പക്ഷേ അത് പാർട്ടി വിപ്പ് ലംഘിക്കണം. അവർ ഇവിടെ പാർട്ടിയുടെ വിപ്പ് കൊടുത്തില്ലെങ്കിലോ, ഇവിടെ പാർട്ടി ഇതിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടത് തൃശ്ശൂരിലെ പാർട്ടി നേതൃത്വം, കോൺഗ്രസ് വിശദീകരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇവർ അയോഗ്യരാവും ഇവർ വിപ്പ് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ വിപ്പ് കൊടുത്തിട്ടില്ലെങ്കിലോ, കൊടുത്തിട്ടില്ല. അവിടെ ജോസഫ് താജറ്റ് ഒരു ഗുരുതരമായ, ജോസഫ് താജറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ല പറയുന്നത്, ആ ഒരു സിസ്റ്റം ഗുരുതരമായ പിഴവ് വരുത്തിയിട്ടുണ്ട്. ജോസഫ് താജറ്റിന്റെ
പുതുക്കാട് മണ്ഡലത്തിലാണ് ഈ മറ്റത്തൂർ പഞ്ചായത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മറ്റത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കോൺഗ്രസ് ഭരിക്കുകയോ ഭരിക്കാതിരിക്കുകയോ എന്നുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ കേരളം കോൺഗ്രസ് ഭരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ 2 ടേമായി അധികാരത്തിന് പുറത്തു നിൽക്കുകയാണ് കോൺഗ്രസ് കേരളത്തിൽ. ഈ രാജ്യത്ത് തന്നെ കോൺഗ്രസ് അധികാരത്തിലുള്ള വളരെ ചുരുക്കം സംസ്ഥാനങ്ങളേ ഉള്ളൂ, വിരലിൽ എണ്ണിയെടുക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ BJP-യുമായി ചേർന്നൊരു അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ ഉള്ളത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. കേരളം പിടിക്കുക എന്നൊരു വലിയ മിഷന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം ഇറങ്ങുന്ന ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെറും 4 മാസം മാത്രം അപ്പുറത്ത് നിൽക്കെ മറ്റത്തൂരിൽ ഒരു പഞ്ചായത്ത് പിടിച്ച് അവിടുത്തെ CPM-നെ തോൽപ്പിക്കലല്ല, കേരളം പിടിക്കലാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ലക്ഷ്യം. അവിടെ ഇന്നലെ മുഖ്യമന്ത്രി അടക്കം ഈ വിഷയം ആയുധമാക്കുന്നത് കാരണം സ്വാഭാവികമാണത്. കാരണം DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഒരുപാട് ജനറൽ സെക്രട്ടറിമാരുണ്ടാകും, പക്ഷേ അവർക്കൊരു ഉത്തരവാദിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവരുടെ ബൂത്തുകൾ, അവർ കേന്ദ്രീകരിക്കുന്ന മേഖലകൾ അതൊക്കെ വിപുലമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആൾ വളരെ പ്ലാൻഡായിട്ട് ഈ ദൃശ്യങ്ങളടക്കം വരുമ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്. ആ നിലയ്ക്ക് KPCC അധ്യക്ഷനടക്കം പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഇതിനെങ്ങനെ ഈ മുറിവ് എങ്ങനെ ഉണക്കാൻ കഴിയും കോൺഗ്രസിന്? അല്ല, കോൺഗ്രസിന് ഇവരെ സമ്പൂർണ്ണമായി പുറത്താക്കേണ്ടി വരും, ഇവരുമായി ഒരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. മറ്റത്തൂർ പഞ്ചായത്ത് പോയാൽ പൊട്ടന്നേ, കേരളം പിടിക്കണ്ടേ? VD സതീശൻ വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം തന്നെ എടുത്ത ഒരു നിലപാടുണ്ട്. SDPI-യുടെയോ BJP-യുടെയോ CPM-ൻ്റെയോ സഹകരണത്തോടു കൂടി ഞങ്ങളിവിടെയും ഭരിക്കില്ല, എവിടെയെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവർ രാജിവെക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് രാജിവെച്ച് പാർട്ടി നിലപാടിനൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാം. പാർട്ടിയിൽ നിന്ന് സാങ്കേതികമായി പുറത്താണ് ഇപ്പോൾ, പക്ഷേ ഇവർ കോൺഗ്രസ്സുകാർ തന്നെയാണല്ലോ. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ പൂർണ്ണമായ സപ്പോർട്ടോടുകൂടിയാണല്ലോ ഇപ്പോഴും ഇവർ നിൽക്കുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പ്രാദേശികമായി പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. അവിടെ ഇപ്പോൾ ഈ PMC ആയാലും അല്ലെ ബ്രിട്ടാസ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധം സൃഷ്ടിക്കുകയും അങ്ങനെ വലിയ വിമർശനങ്ങൾ ഉയർത്തുന്ന സമയത്ത് വരുന്നതാണ്. അതൊക്കെ ഒരു പക്ഷേ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് തെളിവെവിടെയെന്ന് ചോദിക്കും. ഇത് കൃത്യമായിട്ടൊരു എവിഡൻസാണ് മുന്നിലുള്ളത്. അപ്പോൾ അത് എത്രത്തോളം രാഷ്ട്രീയ ആയുധമായി CPM-ന് മാറ്റാൻ കഴിയും, അതിനെ മറികടക്കാൻ എന്ത് മറുതന്ത്രമാണുള്ളത്? കാരണം ലീഗിൻ്റെ അടക്കം പ്രതികരണങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ കേട്ടില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധി രൂപപ്പെടുന്നുണ്ടോ UDF-നുള്ളിൽ? ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP, ഇത് CPM ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുള്ളൊരു രാഷ്ട്രീയ മുദ്രാവാക്യമോ സന്ദേശമോ ആണ്. അത് വീണ്ടും ആവർത്തിക്കപ്പെടും. അരുണാചൽ പ്രദേശാണ് മുഖ്യമന്ത്രി ഉദ്ധരിച്ചത്. കോൺഗ്രസിൻ്റെ വിജയിച്ച് വന്ന MLA-മാരാകെ BJP ആയി മാറിയ സന്ദർഭത്തെയാണ് ഇതുമായി താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ അത് വലിയ തോതിൽ കോൺഗ്രസിന്, UDF-ന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല മറ്റൊരു വിഷയം, കർണാടകയിലെ യഹലങ്കയിലെ ഒഴിപ്പിക്കൽ വിഷയം അവിടെ നിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDF-ന് അനുകൂലമായി സംഭവിച്ച ഒരു കാര്യം, ന്യൂനപക്ഷങ്ങളുടെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള വോട്ടിംഗ് ആണ്. 2 വിഭാഗം ന്യൂനപക്ഷങ്ങളും, ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ UDF-ലേക്ക് വളരെ കൃത്യമായി കൺസോളിഡേറ്റ് ചെയ്തു എന്നുള്ളത് അവരുടെ വലിയ വിജയത്തിന് ശബരിമലയേക്കാൾ വലിയ ഫാക്ടർ അതാണ്. അവരെത്രമാത്രം അത് അക്നോളജ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ ശബരിമലയേക്കാൾ വലിയ ഘടകമാണിത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ BJP-യുമായിട്ടുള്ള സഹകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് ചിന്തിക്കാൻ കഴിയുന്ന ചിന്തനീയമായ ഒരു കാര്യമേ അല്ല. അത് വലിയ തോതിൽ കോസ്റ്റ് ചെയ്യും. ഈ പറഞ്ഞ ഏകോപിതമായ പിന്തുണയൊക്കെ അത് ബാധിക്കുമെന്ന പ്രശ്നമുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അവരത് സോർട്ട് ചെയ്യാൻ പരമാവധി പരിശ്രമിക്കുക. അല്ലാതെ ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഭരണസമിതിയോ പഞ്ചായത്തിലെ പ്രാദേശിക നേതാക്കളെ സംരക്ഷിച്ച് നിർത്തിയിട്ട് ആ പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതിൽ കോൺഗ്രസിന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നിലപാടെടുക്കുക സാധ്യമേ അല്ല. ഞാൻ പറഞ്ഞു, മറ്റത്തൂരല്ല, കേരളമാണ് പ്രധാനം. ഭരണം പിടിക്കേണ്ടതാണ്, 4 മാസമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റത്തൂരിലെ ഈ പാർട്ടി പ്രവർത്തകർ പാർട്ടിക്ക് വഴങ്ങിയില്ലെങ്കിൽ അവർക്കെതിരെ നിഷ്കരുണമായ തുടർ നടപടികൾ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. തീർച്ചയായും. അപ്പോൾ മറ്റത്തൂർ അങ്ങനെ ഒരു വയ്യാവേലിയായി കോൺഗ്രസിന് മുൻപിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു നടപടി ഇക്കാര്യത്തിൽ വേണം എന്ന് തന്നെയാണ്. അല്ല, മറ്റു വഴികളൊന്നും കോൺഗ്രസിന് മുന്നിൽ കാണുന്നില്ല. 8 പേർ അവർക്ക് ചിന്തിക്കാനുള്ള സമയം 10 ദിവസത്തേക്ക് നൽകിയിട്ടുണ്ട്. അതിനുശേഷം അയോഗ്യത എന്ന അപ്പുറത്തേക്ക് മറ്റൊരു വഴിയും കാണാനേ ഇല്ല.